ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 39/2024 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണെന്നും. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. ഇത് ആരുടെയാണ്? രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയാണ് വിശ്വഭാരതി സർവകലാശാല. ഇതെവിടെയാണ്? പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ കണ്ട് ഓർത്തിരിക്കുമായിരിക്കും. രവീന്ദ്രനാഥ് ടാഗോറാണിത് ഉണ്ടാക്കിയത്. പിന്നെ 1921 ഡിസംബർ 23-നാണ്. 1921 ഒന്ന് ഓർത്തിരിക്കുക. ഡിസംബർ 23 ഇത് തുടങ്ങിയത്. അപ്പോൾ എന്താണ്? വിശ്വഭാരതി സർവകലാശാല, പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതൻ. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. 1921 ഡിസംബർ 23. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ് ആദ്യമായി ലഭിച്ചത്. JC ഡാനിയൽ നമ്മുടെ കേരളത്തിലെ സിനിമ ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? TE വാസുദേവനാണ് ആദ്യമായിട്ട് ലഭിച്ചത്. TE വാസുദേവനാണ്. അത് ഫസ്റ്റ് അവാർഡ് ചെയ്തത് 1992-ലാണ്. ഞാൻ ജനിച്ച വർഷമാണ്. അവസാനമായിട്ട് കൊടുത്തത് 2022-ലാണ്. അത് കൊടുത്തത് TV ചന്ദ്രനാണ്. ആദ്യം കൊടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞ ആൾ TE വാസുദേവൻ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 2022 കൊടുത്തത് TV ചന്ദ്രൻ. 2021 KP കുമരൻ. എന്തുകൊണ്ടാണ് ഞാൻ 21 പറയുന്നതെന്ന് വെച്ചാൽ, ചിലത് ഈ നോബൽ പ്രൈസൊക്കെ 21, ഇതൊന്നും 21 അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. TV ചന്ദ്രൻ ഒന്ന് ഓർത്തിരുന്നേര്. ഏത്? JC ഡാനിയൽ പുരസ്കാരം TV ചന്ദ്രൻ സിനിമയിലുള്ളവർക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഹാമിൽട്ടണിലാണ് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് നടന്നത്. എവിടെയാണ് ആദ്യമായിട്ട് നടന്നത്? ഹാമിൽട്ടൺ ആണ്. ഹാമിൽട്ടൺ കാനഡയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കോമൺവെൽത്ത് ഗെയിംസ് എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ നടന്നതാണ്. 2022 കോമൺവെൽത്താണ്. അവിടെ നമുക്ക് 61 മെഡൽ കിട്ടിയായിരുന്നു. എവിടെയാണ്? കോമൺവെൽത്ത് ഗെയിംസ് 61 മെഡൽ കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. ഈ മെഡലിൻ്റെ അതൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇംഗ്ലണ്ട് ആധിപത്യം ഉണ്ടായിരുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ത്യയും അതിൽ പെടും. നമ്മൾ ഇംഗ്ലീഷ് ഭരിച്ചിരുന്നതാണ്. അപ്പോൾ ഈ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ 61 മെഡലുകളാണ് നമുക്ക് ലാസ്റ്റ് നടന്ന ബെർമിംഗ്ഹാമിൽ നടന്നതിൽ കിട്ടിയത്. 61 മെഡൽസ്, 22 ഗോൾഡ്, 16 സിൽവർ, 20 ബ്രോൺസ്. ഇതെന്തായാലും ഓർത്തിരിക്കണം കേട്ടോ, ഈ മെഡൽ എന്നല്ല. ഇതിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. 61 മെഡലാണ് ഏതിൽ? കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് സിയിൽ തുടങ്ങുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 61, 22 ഗോൾഡ്, 16 സിൽവർ, 23 ബ്രോൺസ് ആണ്. ഇനി 2026 കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കാൻ പോകുന്നത് വെച്ചാൽ, അത് ഓസ്ട്രേലിയ സ്റ്റേറ്റ് ഓഫ് വിക്ടോറിയയിലാണ് നടക്കാൻ പോകുന്നത്. 2026 ഓസ്ട്രേലിയയിൽ സ്റ്റേറ്റ് ഓഫ് വിക്ടോറിയയിലാണ്. അപ്പോൾ ബെർമിംഗ്ഹാമിൽ 61 മെഡലുകൾ കിട്ടിയായിരുന്നു ഇന്ത്യക്ക്. അതിൽ 22 ഗോൾഡാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ: ഹാങ്ഷോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? അതേ കണ്ടോ, ഇത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു എന്നാണ്. അപ്പോൾ ഇത് ഈ അവസാനമായിട്ട് നടന്ന ഏഷ്യൻ ഗെയിംസ് ആണ്. ഹാങ്ഷോ ഏഷ്യൻ ഗെയിംസ് ചൈനയിൽ നടന്നതാണ്. അതിലെത്ര? അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിന് നമുക്ക് 61 മെഡലുകൾ, ഹാങ്ഷോ ഏഷ്യൻ ഗെയിംസിൽ നമുക്ക് 107 മെഡലുകളാണ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, 46 nations have participated in games including Israel, which was excluded from the games after its last participation in 1974. The last edition of the games was held in Hangzhou, China from 23rd September to 8th October 2023. 46 രാജ്യങ്ങളാണ് ഈ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ ഇസ്രായേലും ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. പണ്ട് എപ്പോഴും ഇസ്രായേലിനെ ഇതിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. 1974 ശേഷം ഇസ്രായേൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ പങ്കെടുത്തു. അതും ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ വരാം. ദ ലാസ്റ്റ് എഡിഷൻ ഓഫ് ദി ഗെയിംസ് വാസ് ഹെൽഡ് ഹാങ്ഷു, ചൈനയിലാണ് നടന്നത്. 23 സെപ്റ്റംബർ 2023 മുതൽ 8 ഒക്ടോബർ 2023 വരെയാണ് നടന്നത്. 107 മെഡലുകൾ നമുക്ക് മൊത്തത്തിൽ കിട്ടി. 28, 38, 41. 28, 38, 41 അതാണ് ഏഷ്യൻ ഗെയിംസിൽ ലഭിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ 22 ഗോൾഡായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കോമൺവെൽത്ത് ഇംഗ്ലണ്ട്, അപ്പോൾ കുറേ രാജ്യങ്ങളുണ്ട് പുറത്താണ്. ഇത് ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുമ്പോൾ ഏഷ്യൻ കൺട്രീസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ്, നമുക്ക് ഇച്ചിരി ഗോൾഡ് കൂടുതൽ കിട്ടി. 28 ഗോൾഡ് കിട്ടി. അതേപോലെ 107 സ്വർണം കിട്ടി. 107 മെഡലുകൾ കിട്ടി. മറ്റേ നമുക്ക് 61 മെഡലുകളെ കുറവ് കിട്ടിയിട്ടുള്ളൂ. ഏഷ്യൻ ഗെയിംസിൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കൂടുതലുണ്ട്. 107 മെഡലുണ്ട്. 28 ഗോൾഡാണ്, 38 സിൽവറാണ്, 41 ബ്രോൺസാണ്.
പിന്നെ നീതി ആയോഗിൻ്റെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ദാറ്റ് മീൻസ് CEO. ഞാനിങ്ങനെ ഓർത്തിരിക്കുന്നത് CEO, 3 CEO, 3 അക്ഷരങ്ങൾ, അങ്ങനെ 3 ഇനീഷ്യൽസ് ഉള്ള ഒരാളാണ്. BVR സുബ്രഹ്മണ്യനാണ് നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പോൾ നീതി ആയോഗിൻ്റെ നമുക്ക് വേറെയും കുറച്ച് ആൾക്കാരെ പഠിക്കട്ടെ. ഇതെന്നാ വന്നത്? 2015 ജാനുവരി 1-ാം തീയതിയാണ് നീതി ആയോഗ് വന്നത്. നരേന്ദ്രമോദിയാണ് ചെയർപേഴ്സൺ, അതായത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എപ്പോഴും ചെയർപേഴ്സൺ. സുമൻ ബെറിയാണ് വൈസ് ചെയർപേഴ്സൺ. ഇതും ചോദിക്കാറുള്ളതാണ്, വൈസ് ചെയർപേഴ്സൺ ആരാണെന്നുള്ളതും ചോദിക്കാറുള്ളതാണ്. ആരാണ്? സുമൻ ബെറിയാണ് വൈസ് ചെയർപേഴ്സൺ. BVR സുബ്രഹ്മണ്യനാണ് നമ്മുടെ CEO. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. അതിൽ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് വെച്ചാൽ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് 1930 അടുത്ത വർഷം. എല്ലാ INC മീറ്റിങ്ങും നടക്കുന്നത് ഒരു ഡിസംബറിലാണ്. അപ്പോൾ 1930 ജാനുവരി 26-ാം തീയതി നമുക്ക് എന്ത് കിട്ടണം? ഇൻഡിപെൻഡൻസ് കിട്ടണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം, പൂർണ്ണ സ്വരാജ് കിട്ടണം എന്ന്, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു. അങ്ങനെ അതൊക്കെയാണ്. പിന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് അപ്പോഴല്ല, സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അതും തെറ്റാണ്, ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കറാണ്. ഗദ്ദർ പാർട്ടി ലാല ഹർദയാലാണ്. IR ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെന്നാണ്. അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് അല്ല. അനുശീലൻ സമിതി എവിടെ പോയി? ഒരു മിനിറ്റ് കേട്ടോ. അനുശീലൻ സമിതി എന്ന് പറയുന്നത് ആരുടെയാണ്? ബരീന്ദർ കുമാർ ഘോഷും ജതീന്ദ്രനാഥ് ബാനർജിയും പ്രമദാനന്ദ മിത്ര. അത് വേണ്ട, ബരീന്ദ്രനാഥ് ഘോഷിൻ്റെയും ജതീന്ദ്രനാഥ് ബാനർജിയുടെയാണ് അനുശീലൻ സമിതി എന്ന് ഓർത്താൽ മതി. ബരീന്ദ്രകുമാർ ഘോഷും ജതീന്ദ്രനാഥ് ബാനർജിയുടെയാണ് അനുശീലൻ സമിതി. അനുശീലൻ സമിതി ആരുടെയാണ്? ബരീന്ദർ കുമാർ ഘോഷും ജതീന്ദ്രനാഥ് ബാനർജിയുടെയാണ്. അത് 1902-ലാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി 1904-ലാണ്. IRN ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്നത് 1930-ലാണ്. സൂര്യസെൻ. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ ബരീന്ദർ കുമാർ ഘോഷും ജതീന്ദ്രനാഥ് ബാനർജിയും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ്? അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ. ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ ഈ അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താ വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ VD സവർക്കർ ഒരു ചാരി നിന്നിട്ട് ഒരു മതിലെങ്കിലും അല്ലെങ്കിൽ ഒരു മരത്തമ്മേ ചാരി നിന്നിട്ട് വീടി വലിക്കുന്നതായിട്ടാണ് അഭിനയിക്കുന്നു. അങ്ങനത്തെ ഒരു അഭിനയം, മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട്, അങ്ങനത്തെ നമ്മുടെ ലോക്കൽ പീപ്പിളിനെ കാണില്ല, അതേപോലെ മുണ്ടൊക്കെ മടക്കി നിർത്തി VD സവർക്കർ. VD അല്ല, BD ഇല്ലേ, BD. ആ BD വലിക്കുന്ന ഒരു പടമാണ് എൻ്റെ മനസ്സിലോട്ട് എപ്പോഴും വരിക. അഭിനവ് ഭാരത് സൊസൈറ്റി അഭിനയിക്കുന്നതാണത്. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കറാണ്. ഗദ്ദർ പാർട്ടി ലാല ഹർദയാൽ. ഗദ്ദറിലും ദായുണ്ട്, ഹർദയാലിലും ദായുണ്ട്, അങ്ങനെ ഞാൻ ഓർത്തിരിക്കുന്നത്. ഗദ്ദർ പാർട്ടി ലാല ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്നത് സൂര്യ സെന്നിൻ്റെയാണ്. 1930 നമ്മൾ പഠിച്ചു. അനുശീലൻ സമിതി എന്താണ്? ബരീന്ദ്രകുമാർ ഘോഷും ജിതേന്ദ്രനാഥ് ബാനർജിയുടെയാണ് അനുശീലൻ സമിതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു. ശരിയാണ്, സെമീന്ദർമാരായിരുന്നു നികുതി പിരിച്ചെടുത്തുകൊണ്ടിരുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പാക്കിയിരുന്നത്. വടക്ക് പടിഞ്ഞാറൻ എന്ന് പറയുമ്പോൾ നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുജറാത്ത്, രാജസ്ഥാൻ ആ ഒരു ഭാഗമായിട്ട് വരും. അവിടെയല്ല, എവിടെയാണ്? നമ്മുടെ ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആ ഒരു ഭാഗത്താണ് ഇത് ആക്ച്വലി നടന്നിരുന്നത്. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയിരുന്നത്. പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് എന്നാണ് ഞാനിതിങ്ങനെ ഓർത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ കോൺവാലിസ് ഇല്ലേ, കോണില്ല, കോൺവാലിസിലെ കോൺ എടുക്കും. കോൺ മീൻസ് നമ്മുടെ ചോളം ഇല്ലേ, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. അവിടെ പെർമനൻ്റ് ആയിട്ട് കോൺ നട്ടുപിടിപ്പിച്ചേക്കുക. എനിക്കിതിങ്ങനെ കേൾക്കുമ്പോൾ പൂത്തലഞ്ഞിരിക്കുന്ന കോൺ ചെടികളില്ലേ, കോണിൻ്റെ ചെടികൾ കണ്ടിട്ടില്ല, ഇങ്ങനെ പുല്ല് നമ്മുടെ കതിര് പോലെ വന്നിട്ട്, നെൽക്കതിര് പോലെ വന്നിട്ട് അറ്റത്ത് കോണ് നിൽക്കുന്നത്. എൻ്റെ മനസ്സിലിങ്ങനെ പിക്ചേഴ്സ് വരുന്നത് അങ്ങനെയാണ്. കോൺവാലിസ് പ്രഭു പെർമനൻറ്റ് സെറ്റിൽമെൻറ്റും, പെർമനൻ്റ് ആയിട്ട് ആ ഭൂമിയിൽ എന്ത് ചെയ്യുള്ളൂ? കോൺ മാത്രം നടുള്ളൂ. ഇങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ ചിത്രങ്ങളായിട്ടാണ് എല്ലാം പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് കോൺവാലിസ് 1793-ലാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ ഈ ഒരു സ്ഥലത്താണ് നടന്നിരുന്നത്. 1793-ലാണ് കേട്ടോ, 1793-ലാണ് കോൺവാലിസ്. അപ്പോൾ ഇങ്ങനെ ഓർക്കുക, ഒരു കതിരിൽ 3 കോണുകൾ ഉണ്ടായി നിൽക്കുന്നു. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ മനസ്സിലിങ്ങനെ ഓർത്തിരിക്കുക.
പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഹീരാലാൽ സമരിയ. വിവരാവകാശം കൊടുക്കുമ്പോൾ സമരം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഹീരാലാൽ സമരിയാണ് എന്തെന്ന് പറയണത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇന്ത്യയുടെ. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ്? വി ഹരി നായരാണ്. വി ഹരി നായരാണ്. അപ്പോൾ രാട് ഒരു കളിയാണ്. ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ രാരാ രരസുക്ക് രാര എന്ന് പറയണ പോലെ വി ഹരി നായറും പിന്നെ ഹീരാലാൽ സമരിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏത്? ഇതും ഞാൻ ഓർത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഉത്തരാഖണ്ഡ് ടിബറ്റ് എന്നല്ല, ഉത്തരാഖണ്ഡിൽ ഉത്തരം എന്നില്ല. അപ്പോൾ ഉത്തരം എഴുതുന്നത് ഒരു ലേഖനം എഴുതുന്ന പോലെയാണ് ഞാൻ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതിയിരുന്നത്. ഉത്തരാഖണ്ഡ് ഉത്തരം എഴുതിയിരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഓർക്കും ഈ കോഡൊക്കെ എങ്ങനെ അവിടെ ഓർത്തിരിക്കുമെന്ന്. പക്ഷെ നമുക്ക് കാണാപ്പാടം എഴുതാനല്ല, ചോദ്യം മാത്രമല്ല ഉള്ളത്, നമുക്ക് ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല എന്ന് ഞാൻ ഓർത്തിരുന്നിട്ട് ഉത്തരത്തിലോട്ട് നോക്കിയപ്പോൾ ലിപുലേഖ എന്ന് കണ്ടപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ചിലപ്പോൾ ഞാൻ ഈ ലിപുലേഖ ഓപ്ഷൻസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓപ്ഷൻസിൽ ലിപുലേഖ എന്ന് കണ്ടതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ വീണ്ടും എനിക്ക് ഓർമ്മയിലോട്ട് അത് വന്നു. ഉത്തരാഖണ്ഡ്, ടിബറ്റ്, ലിപുലേഖയാണ്. ഇനി ബാക്കി നമുക്ക് പാസുകൾ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഉത്തരാഖണ്ഡ്, ടിബറ്റ്. അപ്പോൾ ഉത്തരം എഴുതണത് ലേഖനം എഴുതണ പോലെ ഉത്തരം എഴുതുമായിരുന്നു എന്ന് ഓർത്തിരിക്കുക. നാഥൂല നമുക്കറിയാം സിക്കിമിലുള്ള ഒരു പാസ്സാണ്. സിക്കിമും ടിബറ്റും, അതായത് സിക്കിമും ചൈന അല്ലെങ്കിൽ സിക്കിമും ടിബറ്റും ആയിട്ട് കണക്ട് ചെയ്യണതാണ്. ഇനി ഇതിൽ കൂടി പോകുന്ന ഒരു നദി ഏതാണെന്ന് വെച്ചാൽ അത് സത്ലജ് റിവറാണ്. സത്ലജ് റിവർ നമ്മുടെ ഇന്ത്യയിലൊക്കെ കടക്കുന്നത് തന്നെ ടിബറ്റിൽ നിന്ന് ഒഴുകി വരുന്ന സത്ലജ് റിവർ നമ്മുടെ ഇന്ത്യയിലേക്ക് കടക്കുന്നത് ഈ നാഥുല പാസ് വഴിയാണ്. അടുത്തത് പിന്നെ ഷിപ്കില പാസ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശും ടിബറ്റുമാണ്. എനിക്ക് ഒരു ഹിമ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഈ ഹിമ അതിപ്പോൾ ഏത് സബ്ജക്റ്റിലായിക്കോട്ടെ, ഹിമ എന്നിപ്പോൾ ഹിമാചൽ പ്രദേശിലൊരു ഹിമയുണ്ട്. അങ്ങനെ എവിടെ ഹിമ എന്ന് വാക്ക് വരുന്നു ഞാനതൊരു ഷിപ്പായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് എപ്പോഴും അതെങ്ങനെ എന്തോ ഷിപ്പായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ ഹിമയും ഞാനൊരു ഷിപ്പായിട്ട് കണക്ട് ചെയ്തിരുന്നത്. അതാണ് ഷിപ്കില പാസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സോജില പാസ്. സോജില എന്ന് പറയുന്നത് ശ്രീനഗറും കാർഗിലുമാണ്. ഇത് ഞാനിങ്ങനെ നമ്മുടെ ഈ ശ്രീനഗറും കാർഗിലും എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ളത്. അപ്പോൾ ഇല്ല നമ്മുടെ ഇന്ത്യക്കാരല്ലേലും എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്നല്ലേ പറയുള്ളൂ, വേറൊരാൾ എന്ത് ചോദിച്ചാലും. പക്ഷേ ബാക്കി എന്തിലും ഇല്ലായികയില്ല. ഷിപ്കില അവിടേക്ക് ഇല്ല ഉണ്ട്. പക്ഷേ എനിക്ക് സോജില കാണുമ്പോൾ മാത്രമേ എനിക്ക് ഇല്ല എന്നുള്ളത് പറയാൻ തോന്നുള്ളൂ. ശ്രീനഗറും കാർഗിലും സോജില. ഇനി അടുത്തത് നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? വിസ്തൃതമായ വൃഷ്ടിപ്രദേശം. ശരിയാണ്, വൃഷ്ടിപ്രദേശം നല്ലപോലെ ഉണ്ട്. കാരണം ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്നത് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. കഠിനശിലകളായതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. അത് തെറ്റാണ്. കഠിനശിലകളല്ല, കാരണം അതൊരു ന്യൂലി ഫോംഡ് പ്ലേറ്റ്യൂ ആണ് അവിടുത്തെ ഉള്ളത്. അപ്പോൾ അതിൽ കഠിനശിലകളല്ല, ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത ഉണ്ട്. സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. നമുക്ക് NH വാട്ടർവേസ് ഒക്കെ അറിയാലോ, അലഹബാദ്, സാദിയ, ധൂബ്രി, അതൊക്കെ നമ്മൾ പഠിക്കുന്നതല്ലേ. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം അല്ല, ഓർക്കുമല്ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞ അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണെന്ന്. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നതിൽ മില്യൺ ഷീറ്റുകളുടെ തോത് ഏത്? മില്യൺ ഷീറ്റുകളുടെ തോതാണ് 1:, പിന്നെ ഒരു 1 എഴുതുക, പിന്നെ ഒരു 6 0 3 0 3 0 ഇട്ട് കൊടുക്കുക. അതാണ് മില്യൺ ഷീറ്റുകൾ എന്ന് പറയുന്നത്. 1 1:1 പിന്നെ 3 0 3 0 അതാണ് മില്യൺ ഷീറ്റ്. ഡിഗ്രി ഷീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ചെറുതാണ് ഡിഗ്രി ഷീറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് 1:, അടുത്ത ഒന്നെടുത്ത് മാറ്റിയിട്ട് 3 0 3 0 എന്നുള്ളതിൽ ആദ്യത്തെ 3 0ൻ്റെ സ്ഥാനത്ത് ഒരു 250 ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? ആദ്യത്തെ 3ൻ്റെ സ്ഥാനത്ത് ഒരു 250 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും 1:250 3 0. അത് കഴിഞ്ഞ് ടോപ്പോ ഷീറ്റിലാണെങ്കിൽ 1:, ആ 250ന് പകരം 50 മാത്രം ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? അങ്ങനെയാണ്. അങ്ങനെ ഈ അക്കങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഇത് മില്യൺ ആണോ 2,50,000 ആണെന്നോ അങ്ങനെയൊന്നും ഓർത്തിരിക്കാൻ നിൽക്കണ്ട. 1:1 3 0 3 0, അടുത്തത് 250 3 0, അടുത്തത് 50 3 0. ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? മില്യൺ ഷീറ്റ്, ഡിഗ്രി ഷീറ്റ്, ടോപ്പോ ഷീറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ ഈ 3 ഇത് ഓർത്തിരിക്കുക. എന്തെങ്ങനെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. KRZ, ഖാരിഫ്, റാബി, സെയ്ദ്.
ഖാരിഫിന് നമ്മുടെ സ്കൂൾ തുറക്കുന്ന മാസമാണ് തുടങ്ങുന്നത്, അത് 6 മാസം കൊടുക്കുക. അപ്പോൾ ജൂണിൽ തുടങ്ങി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, അപ്പോൾ 6 മാസം. അതാണ് ഇതിൽ ജൂണ് വിളവിറക്കുന്നതും നവംബർ വിളവെടുപ്പുമാണ്. ലാസ്റ്റ് മാസമായിരിക്കും അടുത്തതിൻ്റെ ആദ്യത്തെ മാസം. അതിന് 5 മാസം കൊടുത്താൽ മതി. അപ്പോൾ നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച് 5 മാസം. അപ്പോൾ മാർച്ച് വരെ. അടുത്ത സെയ്തിന് നിർത്തിയ മാസം തുടങ്ങുക, മാർച്ച് കൊടുക്കുക, 4 മാസങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഓൾറെഡി ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്കിപ്പം നമ്മൾ പറഞ്ഞു നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഈ 5 മാസങ്ങൾ ഏത് കാർഷിക കാലാവസ്ഥയാണ് നടുക്കുള്ളത്? റാബി, അതായത് റാബിയുടെയാണ് അതെന്ന് പറയുന്നത്. അതേപോലെ പയർ, ഗോഭാഗം എന്നാണ് അതിൻ്റെ കൂടും പറയുന്നത്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞതാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ്? ഇതിൽ കൂട്ടിച്ചേർത്ത വില്ലേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇടമലക്കുടി എന്ന് പറഞ്ഞ ഒരു വില്ലേജാണ്. പാലക്കാടായിരുന്നു വില്ലേജ് ജില്ല. നമ്മുടെ ഈ ഇടമലക്കുടി ആക്ച്വലി ഇതിൻ്റെ ഭാഗമാണ്. ഏതിൻ്റെയാണ്? എറണാകുളത്തിൻ്റെ ഭാഗമായിരുന്നു. അത് പണ്ട് ഇടുക്കിയുടെ തന്നെയായിരുന്നു. അത് നമ്മുടെ എറണാകുളത്തിന് എടുത്ത് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇടുക്കിയിൽ അവരുടെ അങ്ങോട്ട് ആ ഒരു പ്രദേശത്തെ ആൾക്കാർ സ്പ്ലിറ്റായിപ്പോയി. പറയുമ്പോൾ അവർ നമ്മുടെ എറണാകുളം ജില്ലയാണ് അന്ന് അവരുടെ വില്ലേജ് ഓഫീസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അങ്ങോട്ട് ഒരു പ്രശ്നം പോലെ എറണാകുളം ജില്ലയിൽ. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടും ആകെ എന്തൊക്കെയോ ചുറ്റി വളഞ്ഞ് അവരുടെ വില്ലേജ് ഓഫീസിലൊക്കെ വരേണ്ട ബുദ്ധിമുട്ട് വന്നപ്പോൾ വീണ്ടും പഴയതുപോലെ ഇടമലക്കുടീനെ എടുത്ത് വീണ്ടും എറണാകുളത്തിൽ നിന്ന് എങ്ങോട്ട് വെച്ചു, തിരിച്ച് ഇടുക്കി ജില്ലയിലോട്ട് വെച്ചു. അങ്ങനെ വീണ്ടും ഇടുക്കിക്ക് ഒന്നാം സ്ഥാനം കൈവരിക്കുകയുണ്ടായിരുന്നു. കൈവരിച്ചു. 15ാമത്തെ ക്വസ്റ്റ്യൻ, പുറംപണി. ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ തിരിച്ചായിരുന്നു, ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതായിരുന്നു ക്വസ്റ്റ്യൻ ആയിരുന്നു ആൻസർ. പുറംപണി അതായത് ഔട്ട്സോഴ്സിങ്ങുമായി ബന്ധമില്ലാത്തത് ഏത്? മറ്റേത് എന്തായിരുന്നു? 1900 സാമ്പത്തിക പരിഷ്കാരങ്ങൾ ബന്ധമുണ്ട്, സേവന മേഖല ബന്ധമുണ്ട്, ആഗോളവൽക്കരണം ബന്ധമുണ്ട്, ഭൂപരിഷ്കരണത്തിന് മാത്രമാണ് ഇവിടെ ബന്ധം ഇല്ലാത്തത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചത് ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നായിരുന്നു. ഉത്തരമായിരുന്നു ഔട്ട്സോഴ്സിങ് അഥവാ പുറംപണിക്കാർ. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയിലെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത്? നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്, ഞാൻ പറഞ്ഞു. അപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ എങ്ങനെയാണ് 107 സ്വർണം നമുക്ക് കിട്ടിച്ചു. എവിടെയാണ് നടന്നത്? ഹാൻഷു, ചൈനയിലാണ് നടന്നത്. 107 സ്വർണം കിട്ടി. 28, 38, 41 അതിൻ്റെ നില. നമ്മൾ വേറെയും പഠിച്ചു, കോമൺവെൽത്ത് പഠിച്ചു. കോമൺവെൽത്ത് നടന്നത് ബർമിംഗ്ഹാമിലാണ്. നമുക്ക് 66 സ്വർണ്ണമാണ്. അതിൽ 61 സ്വർണ്ണമാണ്, അതിൽ 22 ആയിരുന്നു എന്ന് തോന്നുന്നു. 22 സ്വർണ്ണം, 61 മെഡലുകളും 22 സ്വർണവും നമുക്ക് ലഭിച്ചു. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓഫ് കോഴ്സ് നമുക്കറിയാം, ഛോട്ടാ നാഗ്പൂറാണ് ഇന്ത്യയുടെ ധാതു കലവറ. അതെവിടെയാണ്? ജാർഖണ്ഡിലാണ്. 18ാം ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏത്? 1950 സ്ഥാപിതമായത് എന്താണ്? ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ അതിനുശേഷമാണ് തുടങ്ങിയത്. നീതി ആയോഗ് ഈ പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നിരിക്കുന്ന സാധനമാണ് നീതി ആയോഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നീതി ആയോഗ് തുടങ്ങിയത് 2015 ജനുവരി 1-നാണ്. CEO BVR സുബ്രഹ്മണ്യം. സുമൻ ബെറിയാണ് അതിൻ്റെ വൈസ് ചെയർപേഴ്സൺ നരേന്ദ്രമോദിയാണ്. അതിന് ബന്ധമില്ലാത്തത് റിസർവ് ബാങ്കാണ്. സപ്തർഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം 2023-24 യൂണിയൻ ബജറ്റാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഇനി ഇന്ത്യയിൽ കൈവരിക്കാൻ പോകുന്ന കുറേ 7 കാര്യങ്ങളുള്ള ഒരു കാര്യം തയ്യാറാക്കി. അതിനുള്ള കൊടുത്തൊരു പേരാണ് സപ്തർഷി. അത് എന്തൊക്കെയാണ് 7 കാര്യങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആരാണ് ഇത് അവതരിപ്പിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമനായിരുന്നു. പുള്ളിക്കാരത്തിയുടെ 7ാമത്തെ ബജറ്റ് അവതരണമായിരുന്നു. പുള്ളിക്കാരത്തെയാണ് ഹയസ്റ്റ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ സപ്തർഷി എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, ദ 7 പ്രയോറിറ്റീസ് ആർ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് 1, റീച്ചിങ് ദ ലാസ്റ്റ് മൈൽ 2, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് 3, അൺലീഷിംഗ് ദ പൊട്ടൻഷ്യൽ 4, ഗ്രീൻ ഗ്രോത്ത് 5, യൂത്ത് പവർ 6, ഫിനാൻഷ്യൽ സെക്ടർ 7. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഈസ് ഓൾ സെറ്റ് ടു ബിക്കം ദ ഫസ്റ്റ് എവർ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ദ കൺട്രി ടു പ്രസൻറ്റ് 7 കോൺസിക്യൂട്ടീവ് യൂണിയൻ ബജറ്റ്സ് അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. ആര്? നമ്മുടെ നിർമ്മല സീതാരാമൻ. അപ്പോൾ എന്തൊക്കെയാണ് 7 പ്രയോറിറ്റീസ്? റീച്ചിങ് ദ ലാസ്റ്റ് മൈൽ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അൺലീഷിംഗ് ദ പൊട്ടൻഷ്യൽ, ഗ്രീൻ ഗ്രോത്ത്, യൂത്ത് പവർ, ഫിനാൻഷ്യൽ സെക്ടർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സപ്തർഷി. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവർ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആണോ? അല്ല. അന്ന് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഒന്നും നടന്നില്ല. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അത് ശരിയാണ്. ബ്രിട്ടീഷുകാർ പറഞ്ഞതനുസരിച്ച് തന്നെയാണ്, അതായത് ക്യാബിനറ്റ് മിഷൻ പറഞ്ഞതിനനുസരിച്ചാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതാ അംഗങ്ങളുണ്ടായിരുന്നു. തെറ്റാണ്. 15 വനിതാ അംഗങ്ങളാണ്
15 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനയിലെ അന്തിമ കരട് രേഖ 1949 ഡിസംബർ 26 അംഗീകരിച്ചു. അത് ശരിയാണ്. നമ്മുടെ എന്താ ലോ ഡേ എന്നോ അങ്ങനെ എന്തോ പറയുന്നത് ഈ നവംബർ 26 1949 നവംബർ 26 അംഗീകരിച്ചു. ഇനി ഇവിടുത്തെ എക്സ്ട്രാ പോയിന്റ് എന്താണെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ദ അസംബ്ലി കൺസിസ്റ്റഡ് ഓഫ് 389 മെമ്പേഴ്സാണ് ടോട്ടലായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ 15 പേര് എന്തായിരുന്നു, വുമൺ ആയിരുന്നു, അല്ലാണ്ട് 25 അല്ല. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയെ ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ശരി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കോട് കൂടിയാണ് ആമുഖം ആരംഭിക്കുന്നത്. ശരി, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. ഓഫ് കോഴ്സ് അതാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് ആമുഖം. 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്കുലർ എന്ന പദം ചേർത്തു. ഓഫ് കോഴ്സ് സെക്കുലർ ചേർത്തു. ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് അല്ല, അമേരിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്, സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായിരുന്നു നമ്മുടെ പണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നത്. അതെന്താക്കി മാറ്റി നമ്മുടെ 42nd അമെൻമെൻറ്റ് വഴി സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാക്കി. 3 ഉണ്ടായിരുന്നത് 5 ആക്കി. അതെന്തൊക്കെയാണ്, സോവറിൻ, അതിൻ്റെ ഇടയിലോട്ട് സോഷ്യലിസ്റ്റും സെക്യുലറും കൂട്ടിച്ചേർത്തു, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. പിന്നെ യൂണിറ്റി ഓഫ് ദ നേഷൻ എന്നുള്ളതിന് പകരം യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്നാക്കി. ഐക്യവും അഖണ്ഡതയും. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 2ാം ഭാഗമാണ്. 6 തൊട്ട് 11 വരെയുള്ള ആർട്ടിക്കിളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ്? ആർട്ടിക്കിൾ 32നെയാണ്, അതായത് നമ്മുടെ റിട്ടുകൾ. ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ 71 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. സംസ്ഥാന ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ശരിയാണ്. 3 ത്രിതല പഞ്ചായത്ത്. പഞ്ചായത്തിൻ്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. അത് ശരിയാണ്, 5 വർഷമാണ് കാലാവധി. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓഫ് കോഴ്സ് അല്ല, അതിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. ഓഫ് കോഴ്സ് അതും ശരിയാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവർ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? അല്ലാത്തത് നീതി ആയോഗാണ്. നമുക്കറിയാം UPSCയുടെ ആർട്ടിക്കിൾ 315 ആണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 324 ആണ്. അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് 76 ആണ്. ഒന്നും കൂടി നോക്കാം. ആർട്ടിക്കിൾ 315 എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ്റെയാണ് പറയുന്നത്. 316 അപ്പോയിൻമെൻറ്റ് ആൻഡ് ടൈം ഓഫ് ഓഫീസ് ഓഫ് ദ മെമ്പേഴ്സാണ് 316. 76 എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ, ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ ആണ്. 321 പവർ ടു എക്സ്റ്റെൻഡ് ദ ഫംഗ്ഷൻസ് ഓഫ് ദ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഫംഗ്ഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പവറിനെയാണ് 321 പറയുന്നത്. 324 ഇലക്ഷൻ കമ്മീഷനാണ്. 343 ഇത് അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യമാണ്. ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ ഷാൽ ബി ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്. നമ്മുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. അതും ദേവനാഗരി സ്ക്രിപ്റ്റിലുള്ള ഹിന്ദിയാണ് എന്ന് പറയുന്നത് 343ാമത്തെ ആർട്ടിക്കിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും 3/1 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയിൽ 106ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേരെന്ത്? ഞാൻ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഓപ്ഷൻ ബി നോക്കി. ബി ആണ് ടിക്ക് ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ നാരി ശക്തി അധിനിയം എന്നാണ്. അത് ഇച്ചിരി മാറിപ്പോയതായിരിക്കും കരുതി, പക്ഷേ സി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ല, നാരി ശക്തി വന്ദൻ അധിനിയം. സോ അങ്ങനെയുള്ള തെറ്റുകൾ വരരുത്. ഞാൻ ആൻസർ കീ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സി ഒന്നും പറഞ്ഞ് നോക്കിയപ്പോഴാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് കണ്ടത്. ഇതും നമ്മൾ ഓൾറെഡി കുറേ പഠിച്ച കാര്യങ്ങളാണ്. ഇത് പാസ്സാക്കിയ ഡേറ്റുകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. വരാത്ത എന്താണ്, ലോക്സഭ പാസ്സാക്കിയത് 20 സെപ്റ്റംബർ 2023-നാണ്. രാജ്യസഭ പാസ്സാക്കിയത് 21 സെപ്റ്റംബറിലാണ്. പ്രസിഡന്റ് പാസ്സാക്കിയത് 28 തീയതിയാണ്. ഇതിൽ പറയുന്നത് 30% സീറ്റ് ഫോർ വുമൺ ഇൻ ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആൻഡ് ഡൽഹി കോൺസ്റ്റിറ്റ്യുവൻസിൽ 33%. 20, 21, 28 20, 21, 28 ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് നമ്മുടെ ഗവർണറാണ്. റെസിഗ്നേഷൻ കൊടുക്കുന്നതും ഗവർണറാണ്, പക്ഷേ അവരെ ഡിസ്മിസ് ചെയ്യുന്നത്
റിമൂവൽ ഓർ സസ്പെൻഷൻ ഓഫ് ദ മെമ്പേഴ്സ് നടത്തുന്നത് മാത്രം ആരാണ്? പ്രസിഡൻ്റാണ്. സബ്മിറ്റിംഗ് ദ റിട്ടേൺ റെസിഗ്നേഷൻ ടു ദ ഗവർണർ ഓഫ് സ്റ്റേറ്റ് അപ്പോയിൻറ്റ് ചെയ്യണതും ഗവർണറാണ്. പക്ഷേ അവർ റിമൂവ് അല്ലെങ്കിൽ സസ്പെൻഷൻ കൊടുക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷണർ കേട്ടോ. 28ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓഫ് കോഴ്സ് അത് മുഖ്യമന്ത്രിയാണ്. വേറൊരു ക്വസ്റ്റ്യൻ പേരിൽ സെയിം ക്വസ്റ്റ്യൻ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അഥവാ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ്? മാതാപിതാക്കൾ രണ്ടുപേരുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ മരിച്ചിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന പരിപാടിയുടെ പേരാണ് സ്നേഹപൂർവ്വം. സ്നേഹപൂർവ്വം ഒരു 10ൻ്റെ നോട്ടെങ്കിലും എടുത്ത് വെച്ച് കൊടുക്കണം എന്ന് പറയുന്ന പോലത്തെ ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയണത്? സ്നേഹപൂർവ്വം. താലോലം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടാണ് 18 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ചികിത്സ മീൻസ് ജലദോഷം പനിയല്ല, ഇച്ചിരി മാരകമായ ചികിത്സകളില്ലേ, ഹൃദയത്തിനോ ബ്രെയിൻ അങ്ങനത്തെ ചികിത്സയാണ് താലോലം എന്ന് പറയുന്നത്. സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത്, ഈ സാന്ത്വനം എന്ന് പറയുന്നത് സാന്ത്വനത്തിലൊരു ഇൻഡായില്ലേ, എൻഡോസൾഫാനിലൊരു ഇൻഡായില്ലേ, അത് രണ്ടും ഓർത്തിരിക്കുക. എൻഡോസൾഫാൻ ബാധിതർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്നേഹസാന്ത്വനം. സ്നേഹസ്പർശം എന്ന് പറയുന്നത് അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്നേഹസ്പർശം. അതൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ്. ശരിയാണ്. വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. അതും ശരിയാണ്, ADS. കുടുംബശ്രീ സംവിധാനത്തിൻ്റെ അടിത്തറയായ ലഘു സമ്പാദിത പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി. അതും ശരിയാണ്. ഒരു മൈക്രോ ഫിനാൻസിന് എക്സാമ്പിളാണ് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിയന്ത്രണത്തിനാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. അത് തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏവ എന്നായിരുന്നു അതിൻ്റെ ചോദ്യം. അതിൽ കൊടുത്തിരുന്ന ഉത്തരങ്ങളെല്ലാം അതിൻ്റെ കീഴിലായിരുന്നു. സോ ഓൾ ഓഫ് ദി അബവ് എന്നായിരുന്നു ഉത്തരം. 31ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ലൈസോസൈമാണ് കണ്ണീരിൽ അടങ്ങിയിരിക്കുന്നത്. ലൈസോസൈമാണ് കണ്ണീരിൽ ഇതെന്താ വീണ്ടും ലൈസോസൈമാണ് കണ്ണീരിൽ അടങ്ങിയിരിക്കുന്നത്. ഇതെങ്ങനെ ഇങ്ങോട്ട് വന്നൂല്ലേ? അയ്യോ, ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ. ഓക്കെ, കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ലൈസോസൈമാണ്. പിന്നെ അടുത്തത് നമുക്ക് നോക്കാം. പെപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീന് ഇത് ചെയ്യുന്നതാണ്. പെപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീന് സ്മോൾ പെപ്റ്റൈഡ്സ് ഓർ അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നതാണ്. അമിലൈസ് എന്ന് വെച്ചാൽ സലൈവറി അമിലൈസ് എന്ന് പറയില്ല, അത് സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമിലൈസ്. ലിപ്പേസ് ഹെൽപ്സ് യുവർ ബോഡി ഡൈജസ്റ്റ് ഫാറ്റ്സിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിപ്പേസ്. പിന്നെ അത്രയാണ് കാര്യങ്ങൾ. കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസൈമാണ് എൻസൈമാണ് ലൈസോസൈം എന്ന് പറയുന്നത്. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്ക് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? അതാണ് സ്പെക്ട്രം. ഓട്ടിസം ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്പെക്ട്രം ഓട്ടിസം ബാധിച്ചു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. സ്നേഹപൂർവ്വം നമ്മളിപ്പോൾ കണ്ടതാണ്. സ്നേഹപൂർവ്വം എന്താണ്? മാതാപിതാക്കൾ രണ്ടുപേരുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായമാണ് സ്നേഹപൂർവ്വം. ഒരു 10ൻ്റെ നോട്ടെങ്കിലും എടുത്ത് വെച്ചെടുക്കുക. 10ൻ്റെ നോട്ടിലും പായുണ്ട്, പൂർവ്വയിലും പായുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ജീവനം. ഇനി അടുത്തത് എന്താണ്? ജീവനം ഓഫേഴ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ ഡിപ്പെൻഡൻസ് ഓഫ് ദ ക്രൈം വിക്ടിംസ് ഹെൽപ്പിംഗ് ദം റീബിൽഡ് ദെയർ ലൈഫ്സ്. അത് തന്നെ, ക്രൈം വിക്ടിംസിൻ്റെ ഡിപ്പെൻഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ജീവനം. അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ജീവനം. ശരണ്യ ഫോർ അപ്ലിഫ്റ്റിംഗ് ദ മോസ്റ്റ് ബാക്ക്വേർഡ് ആൻഡ് സെഗ്രിഗേറ്റഡ് വുമൺ ഇൻ ദ സ്റ്റേറ്റ്, നെയിംലി widows, divorced, deserted, spinsters above the age of 30 and unwedded mothers of scheduled tribe, differently abled and wife of bedridden patients. ശരണ്യ എന്താണ്? ശരണ്യ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പെണ്ണിൻ്റെ പേരാണെന്നൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ്? പെണ്ണുങ്ങളെ പുറകിലോട്ട് പോയിരിക്കുന്ന പെണ്ണുങ്ങളെ മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശരണ്യ.
പിന്നെ എന്താണ്, ഓക്കെ അതറിയാണ്. ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പിക്കോ പ്രസ്ഥാനം കർണാടകയാണ്. ചിപ്കോ പ്രസ്ഥാനം നമുക്ക് ആദ്യം നോക്കാം. ചിപ്കോ പ്രസ്ഥാനം 1973 ഉത്തരാഖണ്ഡിൽ, അന്ന് ഉത്തർപ്രദേശിൻ്റെ ഭാഗമായിരുന്നു, ചമോലി ജില്ലയിലാണ്. സുന്ദർലാൽ ബഹഗുണയാണ് അതിൻ്റെ ആൾ. ചണ്ഡി പ്രസാദ് ഭട്ടാണ്. അപ്പോൾ ആദ്യം സോറി കേട്ടോ, ഞാനൊരു ടൈമറൊക്കെ വെച്ചാണ് പഠിക്കാനിരിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ വല്ല വഴിതെറ്റിപ്പോയാൽ തിരിച്ചു വന്നുമല്ലോ, അപ്പോൾ ടൈമറെങ്കിലും എന്നെ വിളിക്കാൻ വരമല്ലോ എന്ന് ഓർത്ത ടൈമറൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ആരാണ്? 1973 ഉത്തരാഖണ്ഡിൽ, ഇന്ന് ഉത്തരാഖണ്ഡ് അന്ന് ഉത്തർപ്രദേശായിരുന്നു. ചമോലി, സുന്ദർലാൽ ബഹഗുണ, ചണ്ഡി പ്രസാദ് ഭട്ടാണ് അതിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം വന്നത് ചിപ്കോയാണ് 1973. 10 വർഷം കഴിഞ്ഞ് 1983 അതങ്ങ് നോർത്തിലായിരുന്നത്, ഇതങ്ങ് സൗത്തിലാണ്. അപ്പിക്കോ കർണാടകയിലാണ്. ഉത്തര കന്നഡ ഏരിയ 1983 പാണ്ഡുരാങ് ഹെഗ്ഡെ ആണ് അതിൻ്റെ ആളെന്ന് പറയണത് കേട്ടോ. 1973, 1983 ആദ്യം വന്നത് ചിപ്കോ, രണ്ടാമത് വന്നത് അപ്പിക്കോ. 34ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിഞ്ഞെഴുതുക. ഫാറ്റി ലിവർ, പ്രമേഹം, ഹീമോഫീലിയ. ഈ ഫാറ്റി ലിവറും പ്രമേഹവുമാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഡിസോർഡറാണ്, പകരുന്നതാണ്, ഹെറിഡിറ്ററി ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇങ്ങനത്തെ ഒരു വളരെ അകലെയുള്ള ഒരു കേസ് നമ്മൾ എടുക്കാറില്ല കോൺവെക്സ് ലെൻസിൽ. പക്ഷെ ഇങ്ങനെ എടുത്താൽ ആക്ച്വലി മുഖ്യ ഫോക്കസിലാണ് കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉത്തരം കൊടുത്തിട്ടില്ല, അത് ബന്ധമില്ല എന്നാണ് പറയുന്നത്. പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു. അത് ശരിയാണ്. റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. അതും ശരിയാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ആക്ച്വലി പ്ലവക്ഷമ ബലം എന്ന് വെച്ചാൽ നമ്മുടെ ബോയൻ ഫോഴ്സ് ആണ്. ആർക്കിമിഡീസ് കണ്ടെത്തിയ ബോയൻ ഫോഴ്സ് ഇല്ലേ, ഒരു വെള്ളത്തിലേക്ക് എന്തെങ്കിലും മുക്കി വെച്ചാൽ ആ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ബോൾ ഞാൻ അതിലോട്ട് മുക്കിയാൽ കുറച്ച് വെള്ളം പുറത്തോട്ട് പോകും. ആ പോകുന്ന വെള്ളവും നമ്മുടെ ബോഡിയുടെ വെയിറ്റും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഈ പ്ലവക്ഷമ ബലം. ബോയൻസി ഫോഴ്സ് ആർക്കിമിഡീസ് ആണ് കണ്ടുപിടിച്ചത്. നമ്മുടെ ആർക്കിമിഡീസ് യുറേക്ക എന്ന് പറഞ്ഞ് ഓടിപ്പോയില്ലേ, കുളിക്കാൻ വേണ്ടി കയറി കിടന്നത്, അപ്പോൾ തുണിയില്ലാണ്ട് ഓടിപ്പോയില്ല. ആ കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ വ്യാപ്തത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഓഫ് കോഴ്സ് പ്ലവക്ഷമ വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഓഫ് കോഴ്സ് അതിന് തുല്യമാണ്. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിൻ്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. ഓഫ് കോഴ്സ് അതും ശരിയാണ്. ഇതിവിടെ അതിൻ്റെ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. എഫ് ഓഫ് ബോയൻസി റോ ആണ് കേട്ടോ. RH എന്ന് ഉദ്ദേശിക്കുന്ന റോ ആണ്. അത് ആ ചിഹ്നം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ചിഹ്നം നമ്മുടെ കീബോർഡിൽ ഇല്ലല്ലോ, അപ്പോൾ അതാണ് ആ റോ എന്ന് കൊടുത്തിരിക്കുന്നത്. റോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, പിന്നെ വി വെലോസിറ്റി ആണ്. ബോയൻസി ഫോഴ്സ്, റോ ഫ്ലൂയിഡ് ഡെൻസിറ്റി, acceleration due to gravity g, v the fluid volume, the weight of the fluid displaced by the object. ഈ buoyancy force is equal to the weight of the fluid displaced by the object. എന്തോരം ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആയോ അത് ആ വെയിറ്റ്, ആ ബോഡിയുടെ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. 14 ഇവിടെ നിന്ന് വിട്ടിട്ടത് 23 10 ദിവസം, ജൂലൈ അല്ല 40 ദിവസം അല്ലേ, 40 ദിവസം കൊണ്ട് ആൾ അവിടെ എത്തി. അപ്പോൾ എന്നാ തുടങ്ങിയത്? ജൂലൈ 14 ഓഗസ്റ്റ് 5 ഓഗസ്റ്റ് 23. 38ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് എന്ന മൂലകത്തിൻ്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. ഈ മൂലകത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരീഡിലും ഏത് ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു? 3 ഷെല്ലുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി മൂന്നാം പീരീഡാണ്. ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ളത് ഫസ്റ്റ് ഗ്രൂപ്പിലായിരിക്കും, അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പാണ്. ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് ഗ്രൂപ്പായാണ്. ഇനി നമുക്ക് 39ാമത്തെ ക്വസ്റ്റ്യൻ, വാതക തന്മാത്രയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. വാതകം എന്ന് വെച്ചാൽ നമുക്കറിയാം ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളത്. ഓഫ് കോഴ്സ് അതിൻ്റെ തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും. വാതക തന്മാത്രകളുടെ ഊർജ്ജം വളരെ കൂടുതലായിരിക്കും. ഓഫ് കോഴ്സ് ഊർജ്ജം കൂടുതലായിരിക്കും. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്റ്റിക് സ്വഭാവമുള്ളതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. ഇല്ല, അവിടെ ഊർജ്ജനഷ്ടം ഉണ്ടാവില്ല.
ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് 2023 രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവും. ഇത് തന്നെ ഈ ക്വാണ്ടം എന്നുള്ളത് തന്നെ നമ്മുടെ 2022 ഫിസിക്സിന് കിട്ടിയത് ക്വാണ്ടത്തിനെ പറ്റി പഠിച്ചതിന് തന്നെയാണ്. ഇതിപ്പോൾ ക്വാണ്ടം ഡോട്ടുകളാണെന്ന് ഓർത്തിരിക്കുക. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവുമാണ്. ഇനി മാത്സ് ആണ്, നിങ്ങൾ ചെയ്തു നോക്കുക, ഞാനും ചെയ്തു നോക്കാം. പിന്നെ ഇത് കുറച്ച് അവരുടെ മെയിൻ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ച് ചേർത്തിട്ടുള്ളതാണ്, ഞാനൊന്ന് നോക്കിക്കട്ടെ കേട്ടോ. പോക്സോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായി കണക്കാക്കുന്നതെന്ന് വെച്ചാൽ 18 വയസ്സ് താഴെയുള്ള ഏതൊരു വ്യക്തിയും ആരാണ് കുട്ടിയാണ് പോക്സോ നിയമപ്രകാരം. പിന്നെ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ ഏതാണ്? കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷയാണ് 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി. 3 വർഷം 5 അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി. 3, 5, 2. 3 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ 5 വർഷം തടവ്, അല്ല 3 വർഷം തടവ്, വർഷം കുറവാണ്. 3 വർഷം തടവ് ഹാക്കിങ്ങിനാണ്. 3 വർഷം തടവ്, 5 ലക്ഷം രൂപ പിഴ, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി. ഇനി 66 മുൻകൂർ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ഏത് വകുപ്പ് പ്രകാരമാണ് തെറ്റ്? വകുപ്പ് ആർട്ടിക്കിൾ അല്ല, വകുപ്പ് 66 പ്രകാരമാണ് ഇത് തെറ്റ്. IT ആക്ടിന് വകുപ്പ് 66 പ്രകാരം ഇത് തെറ്റാണ്. ഇതാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്, അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത്. 67ാമത്തെ ക്വസ്റ്റ്യൻ 2005 വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ലോഗ് ബുക്ക് ഉൾപ്പെടണം, സർക്കുലറുകൾ ഉൾപ്പെടണം, ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റ മെറ്റീരിയൽ ഉൾപ്പെടണം, പ്രോസസ്സ് സമയത്ത് നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക. അത് വേണ്ട, നോട്ടിങ്ങുകൾ വേണ്ട. 68ാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമത്തിലെ 2005 സെക്ഷൻ 8(1) പ്രകാരം സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. ഈ പ്രസ്താവന ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട. 78ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണ്ട, അത് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, അറിയാണ്ട് ടിക്കായി പോയതാണ്. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെയിൻറ്റിൻ്റെ നിറമാണ് നേവി ബ്ലൂ നിറം. പാടില്ല. അത് ഈ നേവിക്കാർക്കും പിന്നെ ഈ നമ്മൾ എന്താ പറയുക ബാങ്കിൽ കറൻസി ഓടിക്കുന്ന വണ്ടിയില്ല, ആ വണ്ടിക്കൊക്കെ ഞാൻ നേവി ബ്ലൂ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഫാസ്ടാഗ് നിർബന്ധമായി ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനമാണ് മോട്ടോർ ക്യാബ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. മാത്സൊക്കെ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക, നല്ലപോലെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക, നല്ലപോലെ പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ബൈ.